നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായി വെപ്പെ ഗ്രേഡ് വള്ളമായ അമ്പലക്കടവൻ പരിശീലന തുഴച്ചിൽ ആരംഭിച്ചു. അമ്പലക്കടവനിൽ മത്സരിക്കുന്നത് ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബും എമിറേറ്റ്സ് വേണാട്ടുകാട് ചേനങ്കരിയും സംയുക്തമായി. ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബ് രക്ഷാധികാരി ശ്രീകുമാർ നായർ പരിശീലന തുഴച്ചിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ എടത്വയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു. അക്ഷയ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടന്നത്. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തേനി ദേശീയപാതയിൽ ലോറി മറിഞ്ഞ അപകടം. തടിയുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ശൂരനാട് പോലീസിന്റെ നേതൃത്വത്തിൽ റോഡിലെ തടികൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ പുത്തൻപീടിക അന്തിക്കാട് റോഡ് തകർന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. കുഴികൾ നികത്തി താൽക്കാലിക ടാറിംഗ് ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് സർവീസ് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ജില്ലാ തിരഞ്ഞെടുപ്പ് നടന്നു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയായി ജസ്റ്റിൻ ജോസിനെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി കരകുളം വാഹിദ്, ട്രഷററായി പേരൂർക്കട ഷൈൻകുമാറിനെയും യോഗം തിരഞ്ഞെടുത്തു. ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഫയർഫോഴ്സ് ടീമിനെ ആദരിച്ച് തോട്ടുമുക്ക് പൊതുജന ഗ്രന്ഥശാല. മന്ത്രി GR അനിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൊല്ലം ചിതറയിൽ SIയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായത് കിളിമാനൂർ സ്വദേശി സുജിൻ. കഴിഞ്ഞ 19-ാം തീയതി രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ശനിയാഴ്ച നടന്ന PSC പരീക്ഷയ്ക്ക് 3 മിനിറ്റ് വൈകിയെത്തിയ ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. പരീക്ഷാ കേന്ദ്രത്തിനു മുന്നിൽ ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയതോടെ കനത്ത പോലീസ് കാവലിലാണ് പരീക്ഷ നടന്നത്.